എന്താണ് കേരളത്തിലെ ആരോഗ്യ രംഗം എത്രത്തോളം പരിതാപകരമാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ കൺമുന്നിലേക്ക് തെളിയുന്ന കാഴ്ചകളിലേക്കാണ്. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയാണ് നമ്മുടെ മന്ത്രിമാരും സംവിധാനങ്ങൾ ചെയ്യേണ്ടത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒട്ടും അകലെയല്ലാത്ത മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും ഒന്ന് പോകൂ. അതെ, അവിടെ വരുന്ന രോഗികളുടെ ദുരവസ്ഥ നിങ്ങൾ കാണണം, മന്ത്രിമാർ കാണണം, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കാണണം. ആ ചില കാഴ്ചകൾ എല്ലാവരും കാണേണ്ട. സെന്റർ ഫോർ എക്സലൻസ് എന്നാണ് ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ വിശേഷിപ്പിച്ചത്. ആ സെന്റർ ഫോർ എക്സലൻസിലെ ചില മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാതൃഭൂമി ന്യൂസ്. ആദ്യത്തെ ദൃശ്യം, അവശരായ രോഗികൾക്ക് പോലും മെഡിക്കൽ കോളേജിൽ തറയിൽ ഇരുത്തിയാണ് ചികിത്സ. ദാ നോക്കൂ. ഒരേ ബെഡിൽ കിടക്കുന്നത് 2-3 രോഗികൾ. എവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. നോക്കൂ, ഒരു ബെഡിൽ ഒരാൾക്ക് പോലും മര്യാദയ്ക്ക് കിടക്കാൻ, അതായത് അസുഖബാധിതരായി എത്തുന്ന ഒരാൾക്ക് കിടക്കാൻ സ്ഥലമില്ല. ആ ബെഡിലാണ് 1 അല്ല 2 അല്ല 3 അല്ല 4-ലധികം രോഗികൾ, വയ്യാത്ത, കാലിനും കൈക്കുമൊക്കെ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ കിടക്കുന്നത്. നോക്കൂ, എത്രത്തോളം പ്രയാസപ്പെട്ട്, എത്രത്തോളം പാടുപെട്ട് ഇവിടെ കിടക്കുകയാണെങ്കിൽ മറ്റെന്തിനെങ്കിലും കൂടി ചികിത്സിക്കേണ്ട ഗതികേടിലാണ് അവിടേക്ക് എത്തുന്ന രോഗികൾ. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അമൽ, ഈ കാഴ്ചകൾ ഒരുപക്ഷെ പലവട്ടം പല മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. ആ കാഴ്ചകൾ വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ സാധാരണഗതിയിൽ ജനം സ്വീകരിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന്. എന്നാൽ പോകെ പോകെ നമ്മൾ മികച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ആളുകൾ കരുതി ഇതൊക്കെ മാറിയിട്ടുണ്ടാകും, എല്ലാവർക്കും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ടാകും എന്നാണ്. ഇതിലൊരു കാര്യം പറയാം, 100 പേർ വരേണ്ടടുത്ത് 1000 പേർ വന്നാൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് വേണ്ടത്. സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്ത് എന്നതാണ്. വിവിധ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനായി മുടക്കിയ കോടികളുടെ കണക്കൊക്കെ ആരോഗ്യമന്ത്രി ഇങ്ങനെ തുടർച്ചയായി പറയുന്നുണ്ട്. ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഇവിടുത്തെ ഗതികേട് സംബന്ധിച്ച്. ആ ഗതികേട് ഒരു സർജറി മാറ്റിവെച്ചതാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഗതികേട് എന്ന് പറയുന്നത് സാധാരണക്കാരായ രോഗികൾ നമ്പർ 1 ആരോഗ്യ കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന കാഴ്ചകളാണ്. നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജുകളുടെയും സർക്കാർ ആശുപത്രികളുടെയും എല്ലാം ഒരു പൊതു അവസ്ഥയായിരുന്നു ഇതെങ്കിൽ ഇപ്പോൾ പക്ഷേ അങ്ങനെയേ അല്ല. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, എല്ലാം അടിപൊളിയാണ് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സംവിധാനം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഏറ്റവും മികച്ച സംവിധാനമെങ്കിൽ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെ അവസ്ഥ പറയേണ്ടതില്ല. ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കയറുമ്പോൾ എല്ലാ വാർഡിലും ഏതെങ്കിലും ഒരു മടങ്ങി വരാം. ഇവിടെ തീരുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടത് 2 ദൃശ്യങ്ങൾ മാത്രമാണ്, അവിടെ തീരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ അമൽ പറഞ്ഞതുപോലെ ഡോക്ടർ ഹാരിസ് ചുരക്കലിന്റെ പ്രസ്താവന വന്നപ്പോൾ, ഹാരിസ് ചുരക്കൽ ഉയർത്തിയ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ആരോഗ്യമന്ത്രി ആവർത്തിച്ച് കിഫ്ബി വഴിയൊക്കെ നൽകിയ കോടികളുടെ കണക്ക് പറയുന്നുണ്ടായിരുന്നു. 700 കോടിയുടെ കണക്ക്. 700 കോടിയൊക്കെ എവിടെ പോയി? ഇതൊക്കെ ഒരു ബെഡിൽ 4 രോഗികളാണ് കിടക്കുന്നത്. ഇവിടെ നോക്കൂ, വൃദ്ധയായ രോഗിക്ക് പോലും തറയിൽ ഇരുത്തി മരുന്ന് നൽകുകയാണ്. അപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള അസുഖബാധിതരായി എത്തുന്ന രോഗികളെ ചികിത്സിക്കാൻ സംവിധാനമില്ല. ഇതാണ് നമ്പർ 1 കേരളത്തിന്റെ നമ്പർ 1 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി. നോക്കൂ, ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനാണ് അനാരോഗ്യം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനാണ് ചികിത്സ വേണ്ടത്. നോക്കൂ, വയോധികയ്ക്ക് മരുന്ന് നൽകുന്നത് എവിടെ വെച്ചാണെന്ന് നോക്കൂ, തറയിൽ ഇരുത്തിയാണ്. ശരിയാണ്, രോഗികളുടെ കാര്യത്തിൽ പണ്ട് എത്രയാണോ വന്നിരുന്നത് അതിൽ നിന്ന് 5 ഇരട്ടിയെങ്കിലും രോഗികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് അവിടെ സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്തണം.
120 രോഗികൾക്ക് 2 നഴ്സുമാർ എന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിലവിലെ സ്ഥിതി. അതായത് 120 രോഗികൾ ഒരു സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടെങ്കിൽ 120 രോഗികളെ പരിചരിക്കാൻ 2 നഴ്സുമാർ. എങ്ങനെ പരിചരിക്കാനാണ്? എങ്ങനെയാണ് അവർ ശുശ്രൂഷിക്കുക? ഗുരുതര രോഗാവസ്ഥയിലുള്ളവരെ എങ്ങനെയാണ് പരിഗണിക്കാൻ, ഒന്ന് നോക്കാൻ പോലും എങ്ങനെയാണ് കഴിയുക? ഒപ്പം തന്നെ അവർക്ക് കൃത്യമായി കിടക്കാനോ ഇരിക്കാനോ പോലും സ്ഥലം നൽകാൻ കഴിയാത്ത സ്ഥിതി. സർജറി വാർഡിൽ പോലും രോഗികൾ ഗതികേടിലായ അവസ്ഥയാണ്. അമൽ തുടരുകയാണ്. അമൽ, ഈ കാഴ്ചകൾ ഇങ്ങനെ നമ്മളെ അലോസരപ്പെടുത്തുന്നതാണ്. ഇതാണ് അവസ്ഥ. നിവൃത്തിയില്ലാതെ പക്ഷേ അങ്ങോട്ടേക്ക് തന്നെ ആളുകൾക്ക് പോകേണ്ടി വരുന്നുണ്ട്. കാരണം ഒരു ചെറിയ പനിക്ക് പോലും നമ്മളൊരു സ്വകാര്യ ആശുപത്രിയിൽ കയറിയാൽ തിരിച്ചിറങ്ങുമ്പോൾ ഒരു 50,000 രൂപ കീശയിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറ്. അപ്പോൾ ആളുകൾ ഇതൊക്കെയാണെങ്കിലും സാരമില്ല, ഒരു ബെഡിൻ്റെ സൈഡെങ്കിലും കിട്ടിയില്ലോ എന്ന് ആശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങൾ എവിടെ ഒന്ന് കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയായല്ലോ. ദിവിഷേ, ഈ പറയുന്ന തറയിൽ കിടക്കുന്ന ആ വൃദ്ധയായ സ്ത്രീയുടെ അവസ്ഥയൊക്കെ പരിതാപകരമാണ്. അവർക്കൊന്ന് എണീക്കാൻ പോലും ഒറ്റയ്ക്ക് പറ്റാത്തൊരു സ്ത്രീയാണ്. ആ സ്ത്രീ തറയിലിരിക്കുമ്പോൾ അവർക്ക് മരുന്ന് നൽകുന്നു. അതുമാത്രമല്ല, മിക്കവരുടെയും സ്ഥിതി അതുതന്നെയാണ്. രോഗികളുടെ അവസ്ഥ ഇത്. അതോടൊപ്പം തന്നെ ഈ കൂട്ടിരിപ്പുകാർക്ക് വരാന്തയല്ലാതെ മറ്റൊരു ആശ്രയമേ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. അകത്തേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. നമ്മൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അകത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനൊന്നും പാടില്ല എന്നുള്ള വിലക്കൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ ഈ പാവപ്പെട്ട രോഗികൾ അനുഭവിക്കുന്ന ദുരിതമൊന്നും നാട്ടുകാർ കാണരുത് എന്നുള്ളതാണ്, പൊതുജനം അറിയരുത് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു നിഷ്കർഷ. അതിനാൽ തന്നെ അകത്തേക്ക് കയറാൻ പോലും വലിയ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ഈ എത്ര പ്രതിസന്ധി ഉണ്ടായാലും സാരമില്ല എന്ന് കരുതി നമ്മൾ നാട്ടുകാർ ഈ ദൃശ്യങ്ങൾ കാണിക്കണം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അകത്ത് കയറി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ ആളുകളെല്ലാം വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് കാണിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രി, MLA കൂടിയായ വി ശിവൻകുട്ടി ഒരു ദിവസം മുൻപ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് വളരെ പെട്ടെന്ന് വായിച്ചു പോകാം. അതെ, വിവാദങ്ങൾക്കിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസന നേട്ടങ്ങൾ നിങ്ങൾ ആരും കാണാതെ പോകരുത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൻ വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. വലിയ മാറ്റം മെഡിക്കൽ കോളേജിൽ കാണാൻ കഴിയും. ആ മാറ്റങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രതിദിനം 4000-ഓളം പേരാണ് OPയിൽ ചികിത്സ തേടിയെത്തുന്നത്. 2024-ൽ 13,24,775 പേർക്ക് OP ചികിത്സയും 97,140 പേർക്ക് കിടത്തി ചികിത്സയും നൽകി. യൂറോളജി വിഭാഗത്തിന്റെ കാര്യം അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ചെറുക്കലിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം. യൂറോളജി OPയിൽ 27,116 പേരെയും ചികിത്സിച്ചുവെന്ന്. മെഡിക്കൽ കോളേജിൽ 717 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സെന്റർ ഫോർ എക്സലൻസ് ആയി ഉയർത്തിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില ദൃശ്യങ്ങൾ എടുത്തു പറയുന്നു. ചില ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുവരെ കണ്ടതിൽ നിന്ന് കൂട്ടിച്ചേർക്കുന്നു, സർജറി വാർഡിൽ പോലും രോഗികൾ ഗതികേടിൽ. സർജറിക്കുള്ള ഉപകരണങ്ങളില്ലാത്തതുകൊണ്ടാണ് ഒരു ഡോക്ടർക്ക് ഇതെല്ലാം വെട്ടിത്തുറന്ന് പറയേണ്ടി വന്നത്. പിന്നാലെ പറന്നെത്തി പല ഉപകരണങ്ങളും എന്നതുകൂടി നമ്മൾ കാണാതിരിക്കരുത്. സർജറി വാർഡിൽ പോലും എന്താണ് രോഗികളുടെ അവസ്ഥ എന്നുകൂടി ഈ ദൃശ്യങ്ങൾ കേരളത്തോട് പറഞ്ഞു തരും. ഇതാണ് സർജറി വാർഡിലെ അവസ്ഥ. ആളുകൾക്കൊന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ കൂട്ടിരിപ്പാർക്ക് വേണ്ട വിധത്തിലൊന്നും വിശ്രമിക്കാനോ ഉള്ള സ്ഥലമില്ല. രോഗികൾക്ക് പോലും ഒരുപക്ഷെ വർഷങ്ങളായി പക്ഷേ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. അതായത് മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ സെന്റർ ഓഫ് എക്സലൻസ് ആയി ഉയർത്തിയെന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടില്ല. ആ സെന്റർ ഫോർ എക്സലൻസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇതാണോ നേട്ടം? ഇതാണോ നിങ്ങൾ എണ്ണി പറയുന്ന നമ്പർ 1 കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ മികവെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരികയാണ്. മുൻ ആരോഗ്യമന്ത്രി കൂടിയായ VS ശിവകുമാർ നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ശിവകുമാർ, മാറ്റം വന്നിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ, നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ കാണാതെ പോവുകയല്ല. പക്ഷേ നോക്കൂ, ഇപ്പോൾ സർജറി വാർഡ് എന്നൊക്കെ പറയുമ്പോൾ സർജറി കഴിഞ്ഞ് കൃത്യമായ ചികിത്സ നൽകേണ്ടതാണ്. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് ജീവന് പോലും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അവിടെയൊക്കെ നിലത്തിരുത്തി, അവിടെ ആളുകളില്ല, നഴ്സുമാരില്ല, ഉപകരണങ്ങളില്ല. ഒരു കിടക്കയിലൊക്കെ 4 രോഗികൾ കിടക്കുകയാണ്. ഇതാണോ സെന്റർ ഫോർ എക്സലൻസ്? അല്ല, അവര് വിചാരിക്കുന്ന സെന്റർ ഫോർ എക്സലൻസ് ഇതായിരിക്കും. കാരണം അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 28ാമത്തെ ഒരു വാർഡുണ്ട്. ഞാൻ ഈ 2 ദിവസത്തിന് മുമ്പ് അവിടെ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്തു. ഒരു 60 വയസ്സായ കിഡ്നി പേഷ്യന്റ് ആണ്. ഹാർട്ട് അറ്റാക്ക് വന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു. 5 മണിക്ക് അഡ്മിറ്റ് ചെയ്ത ആ രോഗി രാത്രി 9:30 മണിയായിട്ടും
ആരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല, തറയിൽ കിടത്തിയിരിക്കുക. ICU യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആളാണ്. തറയിൽ ഒരു കട്ടിലിന്റെ താഴെ കിടത്തിയിരിക്കുകയാണ്. ഇയാളുടെ ഒരു ശോചനീയാവസ്ഥ കണ്ട കട്ടിൽ കിടന്നയാള് മാറി കൊടുത്തു. ആ കട്ടിലൊരു ഇത് കിട്ടി, ഒരു പിന്നെ കിടക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ് വന്നത്. അപ്പോ ഞാൻ പിന്നെ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് അവിടെ നഴ്സിംഗ് സൂപ്രണ്ട് 10 മണിയായപ്പോ വന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഡോക്ടർമാരാരെങ്കിലും വിട്ട് പിന്നെ പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാരും പിന്നെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന MDക്ക് പഠിക്കുന്ന കുട്ടികളോ സർജന്മാരുമാണ് അവരും വന്നിട്ട് നോക്കി. ഇതാണ് അവിടുത്തെ സ്ഥിതി. അപ്പൊ ഞാൻ ഒരു അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ചുമതല ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോ അവര് പറയുന്നത്, സാർ 28ാം വാർഡ് എന്ന് പറയുന്നത് ഇങ്ങനെ രോഗികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ ഒരു 10, 50, 60 ആളുകൾ കിടക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. 250 ആളുകളാണ് കിടക്കുന്നത്. എന്ത് ചെയ്യും ഞങ്ങൾ എന്നുള്ളതാണ്. 250ഓളം ആളുകളെ അവിടെ കിടക്കുന്നു. വരുന്ന ആളുകളെ അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ വരാന്തയിൽ കിടക്കുന്നു, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാത്റൂമിന്റെ സൈഡിൽ കിടക്കുന്നു. ഇതാണ് സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നതെന്ന് അപ്പൊ നമ്മുടെ ഒക്കെ ആളുകളുടെയൊക്കെ ധാരണ ഇതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയാണ്, അതാണ് വേണ്ടത്. ഇപ്പോ ഡോക്ടർമാർ തന്നെ പറയുന്ന പോലെ അവർക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. 200 പേർക്കുള്ള സൗകര്യമുള്ളിടത്ത് അതിലേറെ ആളുകൾ വരുന്നു. പരിമിതികളിൽ നിന്ന് ആളുകൾക്ക് അവിടെ കിടക്കേണ്ടി വരുന്നു. സാധാരണക്കാരായതുകൊണ്ട് അവർക്ക് മറ്റ് ആശുപത്രികളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് അവർ നിലവിലെ പരിമിതികളും പ്രതിസന്ധികളും ഒക്കെ സഹിച്ച് അവിടെ തുടരാൻ തയ്യാറാകുന്നു. വേറെ നിവൃത്തിയില്ല സാധാരണക്കാർക്ക് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും വളരെ നന്ദി ശ്രീ VS ശിവകുമാർ പ്രതികരണം അറിയിച്ചതിന്. ഈ കാഴ്ചകൾ തുടരുന്നില്ല. സെന്റർ ഓഫ് എക്സലൻസ് എന്ന മെഡിക്കൽ കോളേജ് വരട്ടെ, അങ്ങനെ തന്നെ വരട്ടെ എന്നാണ് നമ്മളെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അത് സർവ്വതലത്തിലും ആ മികവ് പ്രകടമാക്കിക്കൊണ്ടാകണം. സ്ത്രീകളുടെ വാർഡിൽ എങ്ങനെയാണ് ആളുകളുടെ അവസ്ഥ എന്നുകൂടി ഈ ദൃശ്യങ്ങളിൽ കാണും. സ്ഥലമില്ലാതെ ഇതൊക്കെ രോഗികളാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വിശ്രമിക്കേണ്ടതുണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നില്ല, ഈ വാർഡുകളിൽ കാണാൻ കഴിയുന്നില്ല. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്ന് നോക്കൂ. ആ സ്ത്രീകളുടെയൊക്കെ അവസ്ഥ, ഒരു കിടക്കയിൽ പോലും 1, 2 അല്ല 3 രോഗികളൊക്കെ ഇരിക്കുകയാണ്. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ത്രീകളുടെ വാർഡിന്റെ അവസ്ഥ. ഒരു രോഗവുമായി പോയാൽ ഒരുപക്ഷെ 10 രോഗവുമായി വേണമെങ്കിൽ തിരിച്ചു വരാം. അമൽ തെരമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, വളരെ സങ്കടകരമായ പരിതാപകരമായ അവസ്ഥയാണ്. ഇതിൽ ആവർത്തിച്ചു പറയുകയാണ്, ഒരു സംവിധാനത്തിന് താങ്ങാവുന്നതിലധികം ആളുകൾ വന്നാൽ പരിമിതികൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് പടിപടിയായി ഈ പറഞ്ഞ ഞങ്ങൾ ഇത്രയധികം ചെലവഴിച്ചു ഈ മേനി പറയുന്ന ഇതിൻ്റെ ഒപ്പം നടക്കുമ്പോഴാണ് ഈ ആളുകളിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. പകരം നമ്മൾ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഇത് ഏറ്റവും നല്ല സംവിധാനമാണ്, ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. എത്രയധികം ആളുകൾ വന്നു പോകുന്ന ഇടമാണ്. ഇപ്പോൾ കൂട്ടിയിരിപ്പുകാരും ഒക്കെ കിടക്കയിൽ ഇരിക്കുന്നുണ്ടാവും, അവർക്ക് ഇരിക്കാനോ നിൽക്കാനോ സ്ഥലം. ഇന്നലെ അമൽ തന്നെ പങ്കുവെച്ച ദൃശ്യങ്ങളാണ്. നഗരസഭ പണിതിട്ടേക്കാണ് ഒരു മനോഹരമായ കെട്ടിടം, അത് തുറന്നു കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അവിടെ മദ്യക്കുപ്പിയാണ് അതിൻ്റെ വഴിയിൽ കിടക്കുന്നത്. ഇത് എങ്ങനെ നന്നാക്കുമെന്നാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ കണക്കാക്കുന്നത്? അവരതിനെന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ? എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം? ഇപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ വേഗത്തിൽ പണിത് പൂർത്തീകരിച്ച ആളുകൾക്ക് സംവിധാനം ഒരുക്കാനുള്ള തടസ്സങ്ങൾ എവിടെയാണ് സംഭവിക്കുന്നത്? ഫണ്ടില്ലായ്മ എന്നതിലേക്ക് അവസാനം എത്തിച്ചേരുമോ? വെട്ടിക്കുറക്കലുകൾ യഥേഷ്ടം നടക്കുന്നുണ്ടല്ലോ. ദിവിഷ, എല്ലാം സൂപ്പറാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വന്നിരിക്കുന്നത്. നമ്മൾ കണ്ട ആ സ്ത്രീയുണ്ട്, തറയിലിരിക്കുന്ന സ്ത്രീ, ആ സ്ത്രീ, അതോടൊപ്പം തന്നെ ആ ബെഡിൽ കിടക്കുന്ന ആളുകൾ 1, 2 പേരല്ല, ഒരുപാട് ആളുകളുണ്ട്. ഒരു വാർഡിൻ്റെ മാത്രം സ്ഥിതിയല്ല, എല്ലാ വാർഡിൻ്റെ സ്ഥിതിയും ഒരുപോലെ തന്നെയാണ്. നേരത്തെ VS ശിവകുമാർ പറഞ്ഞ് 28ാം വാർഡിലേക്ക് അവസ്ഥ പരിതാപകരമാണ്. അവിടേക്കൊക്കെയുള്ള പ്രവേശനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം ഇതൊന്നും ആരെയും കാണിക്കരുത് എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാം നല്ലതാണെന്ന് പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഇത് മോശമാണെന്ന് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടിലാണ്. അതിനാൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി സംവിധാനത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകർക്ക് ഒരു കാരണവശാലും ഇവിടെ എന്ത് അപകടം നടന്നാലും
അതിൻ്റെ ഒരു ദൃശ്യങ്ങളും പുറത്തു പോകരുത് എന്നുള്ള ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ എത്രയോ നേരത്തെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നേനെ. മാത്രമല്ല അവിടെ കിടക്കുന്ന ആളുകൾക്കൊന്നും ദിവിഷ ആ കണ്ട പ്രായമായ സ്ത്രീക്കൊന്നും മയോ ക്ലിനിക്കിൽ പോയി ചികിത്സ നടത്താനുള്ള സാമ്പത്തിക സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കിടക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഫ്ലൈറ്റ് വിളിച്ച് അമേരിക്കയ്ക്ക് പോകാനുള്ള സാമ്പത്തിക സംവിധാനം ഇല്ലാതെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകൾ വരുന്ന ഒരു ആശുപത്രി, അവിടുത്തെ സംവിധാനമാണ് ഇത്ര പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുന്നത്. നമ്മൾ 10 മണി വാർത്തയിൽ മന്ത്രിമാരുടെ സ്വകാര്യ ആശുപത്രി ചികിത്സ സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം പറഞ്ഞു വെച്ചതാണ്. എന്തുകൊണ്ട് നമ്മുടെ മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ നമ്മളോട് മറുപടി പറയുമായിരിക്കും. ഇവിടെ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഒരു മന്ത്രിയെ കണ്ടാൽ പരാതി പറയില്ലേ ഈ ആളുകൾ? അവിടെയുള്ള ഈ രോഗികൾ ഞങ്ങൾ നേരിടുന്ന ദുരിതം ഇതാ നിങ്ങൾ കാണൂ എന്നൊരു മന്ത്രി അവിടെ ചികിത്സയ്ക്ക് വന്നാൽ ആ മന്ത്രിയോട് ചോദിക്കില്ലേ, പറയില്ലേ, അതിന് മറുപടി പറയേണ്ടി വരില്ലേ? അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് നമ്മുടെ മന്ത്രിമാരും MLA-മാരും. സ്വാഭാവികമാണ്. കാരണം ഇവിടേക്ക് എത്തിയാൽ, ഏതെങ്കിലും ഒരു മന്ത്രി ചികിത്സയ്ക്ക് എത്തിയാൽ പോലും ഇവിടെ വന്നാൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു അയച്ചതിന് ശേഷം ഏതെങ്കിലും ബെഡിൽ കയറി കിടക്കേണ്ടി വരും, നിർബന്ധിച്ച് പറഞ്ഞു അയച്ചതിന് ശേഷം കിടക്കേണ്ടി വരും, അല്ല എങ്കിൽ തറയിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കൊന്നും മന്ത്രിമാർ ചികിത്സ തേടി എത്താത്തത്. എല്ലാവർക്കും കിട്ടുന്ന പരിഗണന ഒരുപോലെ ആണെങ്കിൽ അവരും തറയിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതിനാൽ അവർക്ക് സാമ്പത്തിക സംവിധാനം ഉള്ളതിനാലും സർക്കാരിന് സഹായം ഉള്ളതിനാലും സാധാരണക്കാരുടെ നികുതി പണമൊക്കെ കൈവശമുള്ളതിനാലും ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാം. നമ്മൾ ധാർമ്മിക രോഷം കൊള്ളുന്നതല്ല. പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ കിടക്കുന്ന ആളുകളെ ഒന്ന് കയറി കാണണം. നമ്മുടെ എന്താ പറയുന്നത്, ഒരു ദിവസം അങ്ങ് പോയി കിട്ടുന്ന അവസ്ഥയാണ്. മാനസികമായി നമ്മളെ അങ്ങേയറ്റം അലോസരപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. അവർ ഒരു വിധത്തിലും നമുക്കവരെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലോ എന്നൊരു മാനസിക ബുദ്ധിമുട്ടിലാണ് അവിടെ നിന്ന് നമ്മൾ താഴെ തിരിച്ചിറങ്ങുന്നത്. എന്തായാലും ഈ പറയുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും വലിയ അഭിമാന സംഭവം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന ആശുപത്രിയിലെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ കാണിച്ച് കൊടുക്കുന്നത്. എന്തായാലും എന്തെങ്കിലും മാറ്റം വേഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും അടക്കം അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം കൂടിയുണ്ട്. അവർക്ക് പാവപ്പെട്ടവർക്ക് കൃത്യമായി ചികിത്സ നൽകുക എന്നതാണ് ബഹുഭൂരിപക്ഷം ഡോക്ടർമാർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവിടെ എത്തുന്ന ആളുകളെ നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് മടക്കി വിടാൻ പോലും കഴിയില്ല. അവർക്ക് രോഗികളുടെ സാമ്പത്തിക സ്ഥിതി പോലും ഡോക്ടർമാർക്ക് മനസ്സിലാവും. അപ്പോൾ പരമാവധി അവർക്ക് ചികിത്സ ഒരുക്കുക എന്ന്, അതുകൊണ്ടാണ് അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവരനുഭവിക്കുന്ന സമ്മർദ്ദമൊക്കെ ഉണ്ട്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം വിഷയമല്ല, മറ്റ് പലയിടങ്ങളിലും ഈ കാഴ്ചകൾ തുടരുന്നതായിരിക്കും. ഡോക്ടർ ഹാരിസ് ചുരക്കൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ്, തനിക്കെതിരെ നടപടി ഉണ്ടാകും, തന്റെ ജോലി വേണമെങ്കിൽ ഒരുപക്ഷെ നഷ്ടമാകുമെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹം അന്ന് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. തീരെ പറ്റാഞ്ഞിട്ട് സഹിക്കാവുന്നതിന് പരമാവധി സഹിച്ച് ഈ രോഗികളെ എന്നും കാണുകയാണ് അദ്ദേഹം. അപ്പോൾ അവരോട് എങ്ങനെ ഈ തീരെ വയ്യാത്ത ആളുകൾ രോഗികൾ തൻ്റെ മുമ്പിൽ വരുമ്പോൾ നോ പറഞ്ഞ് മടക്കി അയക്കേണ്ടി വരികയാണ് ചികിത്സ നൽകാതെ. അങ്ങനെ ഒരു തരത്തിലും നിവൃത്തികേട് അതിൻ്റെ പരമാവധി സഹിച്ച് പരമാവധി എത്തിയതിനു ശേഷമായിരിക്കണം ഒരുപക്ഷെ ഡോക്ടർ ഹാരിസ് ചുരക്കൽ അന്ന് ആ തുറന്നു പറച്ചിലിൻ്റെ ഒരു വിസിൽ ബ്ലോവർ ആവാൻ അദ്ദേഹം തീരുമാനിച്ചത്.